അപ്പോൾ ഭയങ്കരമാരെ ഭയങ്കരികളെ ഇന്ന് ആകെ പെട്ടിരിക്കുകയായിരുന്നു. ചക്ക കഴിഞ്ഞു. അപ്പോൾ എവിടെ പ്ലാവ് മുറിക്കാനുള്ളതെന്ന് ആലോചിച്ചപ്പോൾ 2-3 സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാവ് മുറിക്കാൻ. അങ്ങനെ ഒരു 3 പ്ലാവ് മുറിക്കാൻ കൊമ്പ് ഇറക്കാനുള്ള അവിടത്തേക്ക് പോയി. കാലത്ത് വേറെ സ്ഥലത്തായിരുന്നു പുളി മുറിക്കാൻ. ചക്ക എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നും ആ ചക്ക കാണിച്ചു തരാട്ടാ. ഉണ്ട് അമ്മേൻ്റെ അടുത്ത് അമ്മ ചവിട്ടി കൊല്ലും. അമ്മ പറയുന്നുണ്ട് കണ്ടാ നോക്കിയേ ചക്കര വലിപ്പം 1.5 ലിറ്ററിൻ്റെ കുപ്പിയേട്ടാ. എടുത്ത് പൊന്തിക്കാൻ മോളിൽ നിന്ന് വീണപ്പോൾ പൊട്ടി. പിന്നെ കുറേ ചക്ക ഉണ്ടായിരുന്നു, പഴുത്തതാ. ഇത് വരട്ടാൻ വേണ്ടിയിട്ട് ഒരാളെ കൈത്തോടാ ഉള്ളവർക്ക്. പിന്നെ പനമുക്കിൽ വറക്കണമായിട്ട് അവർക്ക് കൊടുത്തു. അവർ കിലോ വെച്ചിട്ട് എടുത്തു. പിന്നെ ഇപ്പോൾ ഒരു പുതിയ സാധനമാണ് പിസ്ത. അല്ല പിസ്തല്ല, പാസ്ത. ഇത് എന്തൊരു സാധനം സംഭവം. ഇത് ഞാൻ കഴിച്ചിട്ടുണ്ട് ഗൾഫിലുള്ളപ്പോൾ. മക്രോണി എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ സംഭവം ഇഷ്ടമല്ല. വേറെ സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് കാലത്ത്. പോർക്ക് 1/2 കിലോ മേടിച്ചിട്ടുള്ള കേട്ടോ. അവിടെ ആരും കഴിക്കില്ല. കൊള്ളിയിട്ടിട്ട് ഞാൻ അച്ഛനും മീൻ കഴിക്കണോ കൊള്ളിയിട്ടിട്ട്. അപ്പോൾ അതിൽ നിന്ന് പകുതി എടുത്തിട്ട് ഞാൻ വരട്ടാൻ വേണ്ടി വെച്ചിട്ട് അതൊന്നും വരട്ടിയില്ല. ഈ പിസ്തയുള്ള കാരണം, അല്ല പാസ്തയുള്ള കാരണം. പിന്നെ നമ്മുടെ ബീൻസ് ഉപ്പേരി. ഈ സാധനം ഉണ്ടാവും പച്ചമുളക്. എനിക്ക് ചപ്പാത്തിയും ചോറും ചോറിൻ്റെ കൂടെ കുഴപ്പമില്ല. ചോറിൻ്റെ കൂടെയൊക്കെ ഇടയ്ക്ക് കഴിക്കൂട്ടാ. ഇങ്ങനെ ഈ തുമ്പത്ത് കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ. അതിന് എരിവില്ല കേട്ടാ, എരിവുണ്ട് കേട്ടാ. എൻ്റെ സംഭവം ചപ്പാത്തിയൊക്കെ ഇങ്ങനെയുള്ള സാധനം കഴിക്കുമ്പോൾ എനിക്ക് നിർബന്ധമാണ്. പ്രത്യേക ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ മല്ലിക, റെഡ് ലേഡി, റെഡ് അമ്മാമേ, വയസ്സായി. എണ്ണുമ്പോൾ അവിടെ വീണു അവസാനം. വരിക്കച്ചക്ക മരത്തുമ്മ നിന്ന് ഇറക്കിയതാ. വെള്ളം കയറിയില്ല അതിൽ. ആണ് എൻ്റെ പ്രത്യേകത. പോർക്ക് അതില്ലാതെ തന്നെ കൊള്ളി ഇട്ട് വെച്ചാൽ. പക്ഷെ എനിക്ക് അതിലത്തെ കൊള്ളി തിന്നാൻ ഇഷ്ടം. നമ്മുടെ കപ്പ, പോർക്കും കപ്പയും. അപ്പോൾ എല്ലാ ഭയങ്കരമാർക്കും ഭയങ്കരികൾക്കും ഗുഡ് നൈറ്റ്, ശുഭരാത്രി.